الله الرحمن الرحيم الحمد لله اللهم صل وسلم النبي لنا من صوتي നബിയെ പറഞ്ഞാരാ അടയാത്തതായ ഇൻസാനാണ്. മലക്ക് പുറത്തായി, മലക്കുകളിലെ ജിന്നും പുറത്തായി. മലക്കിലും ജിന്നിലും നബി ഇല്ലാന്ന് മനസ്സിലായി. ജിന്നുകളിലേക്ക് നബി സല്ലല്ലാഹു നബി നമ്മളെ ആരെന്നെയാണ് മനുഷ്യന്മാരെ നബി ഉണ്ടായി. ജിന്നുകളിലേക്ക് വേറെ നബി ഉണ്ടാവില്ല. ഇൻസാൻ ഒരു മനുഷ്യനാണ്. ആ ഇൻസാനിലേക്ക് വഹി നൽകപ്പെട്ടു ഒരു ശറായ കൊണ്ട്. അത് പുതിയ ശറാവണമെന്നില്ല, മുമ്പത്തെ നബിന്റെ ശറായാലും മതി. വൈല്യം യുമാർ കൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി എത്തിക്കാനും വഹിയുള്ള ആള് എന്നാണ് നബി പറഞ്ഞാൽ. തബ്ലീഗ് ഉണ്ടാകണമെന്നില്ല, ശറായ കൊണ്ട് വഹി ആക്കപ്പെട്ടു. ഫൈനുമിറബി ദാലിക, അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടാൽ റസൂൽ എന്ന് പറയും. നബിയോട് കൂടെ റസൂല് ആണ്, നബിയുമാണ്, അദ്ദേഹം റസൂലുമാണ്. നബി മാത്രല്ല. മനസ്സിലായ? അപ്പൊ ആരാ നബി? ചെറക് കൊണ്ട് വഴി നൽകപ്പെടുകയും പെട്ടാള്. റസൂല വഹി കിട്ടുകയും കൊണ്ട് കൽപ്പിക്കുകയും ചെയ്താള്. രണ്ട് വിശേഷം ഉണ്ടാകാൻ മതി. ഔ അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പൊ രണ്ടഭിപ്രായം ഉണ്ടെന്ന് അർത്ഥം. വേറെ അഭിപ്രായം പറയണം. തബ്ലീഗ് കൊണ്ട് ഔ വ ഉമിറ, അതായത് വഹി കിട്ടപ്പെടുകയും വ ഉമിറ. നബി എന്ന് പറഞ്ഞാരാ വഹിയിലെ ബിശറൈൻ വ ഉമിറ, അദ്ദേഹത്തിന് തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ വഹി കിട്ടുകയും തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്താക്ക് നബി അറിയും. ഈ അഭിപ്രായ പ്രകാരം വൈലമക്കുല്ലഹു കിതാബുൻ, പുതിയ ഗ്രന്ഥം ഉണ്ടാവണമെന്നില്ല അദ്ദേഹത്തിന്. അവൻ നസ്ഖുൻ, ദുർബലമാക്കലും ഉണ്ടാവണമെന്നില്ല. ശറഈ മൻ ഖബലഹു ലിബാദി ശറഈ മൻ, ഒരുത്തന്റെ ശറഈന്റെ ചില ഭാഗം ദുർബലമാക്കണം. എല്ലാ ഭാഗം കൊണ്ട് ദുർബലാക്കൂലല്ല. ആദ്യത്തെ നബി പറഞ്ഞത് മുഴുവനും ദുർബലാക്കണമെന്നില്ല. എന്ത് ഇല്ലെങ്കിലും ശരി മൻ ഖബലഹു, അദ്ദേഹത്തിന് മുമ്പുള്ള ഒരുത്തരുടെ, ഒരു നബിമാരുടെ ശറഈന്റെ ഭാഗത്തെ നസ്ഖ് ആക്കിയിട്ടില്ലെങ്കിലും ശരി. അപ്പൊ എന്താണ് നബി പറഞ്ഞാല്? തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടണോ, വഹി കിട്ടുകയും ഔ അല്ലെങ്കിൽ വ ഉമിറ എന്നാ പറഞ്ഞത്. ഔ എന്ന് പറഞ്ഞാല് ഔ ഊഹിയയിലെ ഔ ഇൻസാനുൻ ഊഹിയയിലേഹി വ ഉമിറ ബിത്തബ്ലീഗിഹി. മനസ്സിലായ? വഹി കിട്ടുകയും തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്താലാണ് നബി അറിയാൻ. എന്തുണ്ടാവണമെന്നില്ല, പുതിയ കിതാബ് ഉണ്ടാവണമെന്നില്ല. അവൻ നസ്ഖുൻ ലിബാദി ശറഈ മൻ, ഒരുത്തരുടെ ശറഈന്റെ ഭാഗം അദ്ദേഹത്തിന് മുമ്പുള്ള. ഇപ്പൊ യൂസ നബിയെ പോലെ. യൂസ നബി പറഞ്ഞ മൂസാ നബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹാറൂൻ നബി അല്ല, ഹാറൂൻ നബിക്ക് ശേഷം യൂസ നബി മൂസാ നബിന്റെ ഖാദിമായിരുന്നു യൂസ നബി. ഫത്തൻ എന്ന് പറഞ്ഞില്ല, ഒരു യുവാവ് ഉണ്ടായിരുന്നു എന്ന് അൽക്കഹഫില് മൂസാ നബിന്റെ കൂടെ. മൂസാ നബി മരിച്ചപ്പോൾ മൂപ്പരായിരുന്നു പിന്നെ ബനൂ ഇസ്രായേലിനെ നിയന്ത്രിച്ചിരുന്നത്. ഫലസ്തീനിലേക്ക് മൂസാ നബി ഫലസ്തീനിൽ കടക്കണ മുമ്പ് തന്നെ മരിച്ചു. ഈജിപ്തിൽ നിന്ന് പോന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഫലസ്തീനിലേക്ക് കടക്കുന്നത് ബനൂ ഇസ്രായേലിൽ. എൻ്റെ ഇടയിൽ കുറെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പോണ വഴിക്കൊന്ന്. അതില് വൈക്കലെത്തിയപ്പോൾ ആര് മരിച്ചു? മൂസാ നബി മരിച്ചു. പിന്നെ അവരെ നിയന്ത്രിച്ചിരുന്ന നബിയാണ് യൂസ നബി. അദ്ദേഹം മൂസാ നബിന്റെ ശരീരത്തിൽ തന്നെയല്ല, അദ്ദേഹം പ്രബോധനം ചെയ്യുന്നുണ്ട്, വഹിയുണ്ട്, പ്രബോധനമുണ്ട് യൂസ നബിക്ക്. എന്തില്ല, പുതിയ കിതാബൊന്നുമില്ല, തൗറാത്ത് തന്നെയാണ്, മൂസാ നബിന്റെ തൗറാത്ത് തന്നെയാണ്. ദുർബലാക്കിയിട്ടില്ല.
അതന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നബിയാണ് മൂപ്പര് എന്നർത്ഥം. യൂസ നബിയാണ്. ഭയങ്കാന ലഹു ദാലിക്ക, കിതാബോ ദുർബലമാക്കലോ, പുതിയ കിതാബോ ദുർബലമാക്കലോ ഉണ്ടെങ്കിൽ, ഇരുന്നോ, പുതിയ കിതാബോ ദുർബലമാക്കലോ ഉണ്ടെങ്കിൽ റസൂലും നബിയും റസൂലുമാണ്. അപ്പൊ രണ്ടഭിപ്രായമാണ് ഇപ്പൊ പറഞ്ഞത്. ആദ്യത്തെ അഭിപ്രായം എന്താണ്? വഹി ഏതായാലും എല്ലാവർക്കും വേണം. സറഹ് കൊണ്ട് വഹി വേണം. തബ്ലീഗ് കൽപ്പിക്കാത്ത ആളാവണം. ആദ്യത്തെ അഭിപ്രായം നബിയാകും. തബ്ലീഗ് കൊണ്ട് കൽപ്പിച്ചാൽ റസൂലും ആകും. രണ്ടാമത്തെ അഭിപ്രായം വഹി ഉണ്ടാവുകയും തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യണം. കിതാബും നസ്ഖുമാണെന്നില്ല. അപ്പൊ നബി അവിടെ വഹി ഉണ്ടാവുകയും തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കുകയും കിതാബും നസ്ഖും ഉണ്ടാവുകയും ചെയ്താൽ, പുതിയ കിതാബും കൂടി ഉണ്ടെങ്കിലാണ് എന്തെന്ന് പറയലേ റസൂല് എന്ന് പറയലേ, പുതിയ ശരീഅത്ത് ഉണ്ടാവണമെന്ന്. ഇതിൽ ആദ്യത്തെ അഭിപ്രായം തന്നെയാണ് ഒന്നും കൂടി ശരി. എന്തേ, കിതാബ് ഉണ്ടാവണമെന്നില്ല. എന്തുണ്ടായാൽ തന്നെ മതി, വഴി ഉണ്ടാവുകയും കൽപ്പിക്കുകയും ചെയ്താൽ എന്താകും എന്നുള്ള തന്നെയാണ്, റസൂലാകും അല്ലെങ്കിൽ നബിയാകും. ആദ്യത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം റസൂലായി കിട്ടണമെങ്കിൽ പുതിയ കിതാബ് വേണം. പഴയതിനെ കൽപ്പിക്കുക. അതായത് മുഴുവനും ദുർബലാക്കൂല, ചില ഭാഗങ്ങൾ മനസ്സിലായ. അതിൽ ആദ്യത്തെ തന്നെയാണ് ഒന്നും കൂടി പറ്റത്. കൗലാൻ, ഇത് രണ്ട് അഭിപ്രായങ്ങളാണ്. അപ്പൊ നബി എന്ന് പറഞ്ഞാല് ആമാണെന്ന് മനസ്സിലായി. കാരണം റസൂലിനേക്കാൾ ഈ രണ്ട് അഭിപ്രായത്തിന് വലിയ, ഈ രണ്ട് കൗലിന്റെ മേല് നബി പറഞ്ഞാല് ആമാണ്. റസൂല് ഒക്കെ നബി ആയിരിക്കും. നബി റസൂലാവണമെന്നില്ല. നബിയില് റസൂൽ അല്ലാത്തതും പെടും. റസൂല് ഖാസാണ്. നബി ഏതായാലും നബി ആവും. റസൂല് നബി ഉണ്ടാവും. മൂന്നാമത്തെ ഒരു അഭിപ്രായത്തിലുണ്ട് അന്നഹുമാ ബിമാനൻ, റസൂല് നബി ഒരേ അർത്ഥാണ്. അതായത് അത് മാനർ റസൂലി, അതായത് റസൂലിന്റെ മാനാക്കാണ് രണ്ടും പറയല്. അവലിൻ അൽ മഷ്കൂരി, മഷ്കൂറായ, അതാണ് മഷ്കൂർ. അവലല്ല, മഷ്കൂറായ അവലിന്റെ മേലില് ഏതാണോ റസൂല് ആ അർത്ഥത്തിനാണ് നബിയും റസൂലും എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം. എന്താണ് മനസ്സിലായത്? ആദ്യം പറഞ്ഞ റസൂല് നബിയൊക്കെ ഒരേ ആളെന്നെയാണ്. അതൊക്കെ നബിയാണ് റസൂലുമാണ്. നബി എന്ന് പറഞ്ഞാലും ആദ്യം പറഞ്ഞ എന്താണ്, ഒന്നുമില്ല, തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആള്. വഹി ഉണ്ടാവുകയും ആക്കാണ് എന്തെന്ന് പറയാ, നബിയും റസൂല് രണ്ടും ഒരാൾ തന്നെയാണ്. രണ്ടാക്കണ്ട, നബി വേറെ റസൂല് വേറെ ആക്കണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. ഈ മൂന്നാമത്തെ അഭിപ്രായം മാന റസൂലി അലൽ അവൽ മഷ്ഹൂരി, ഏതാണ് അവൽ മഷ്ഹൂറിന്റെ മേലുള്ള റസൂലിന്റെ മാനയാണ്. മുസന്നിഫ് പറഞ്ഞു, അപ്പൊ അത് പഠിച്ചേക്ക, നബി റസൂലും വ്യത്യാസങ്ങൾ മൂന്ന് അഭിപ്രായമാണ്. മുസന്നിഫ് പറഞ്ഞു, അതിൽ ഒന്നാമത്തെ അഭിപ്രായമാണ് ശരി, സഹായ അഭിപ്രായം മഷ്ഹൂർ. പിന്നെ ഇസ്മായിൽ നബിനെ പറ്റി അള്ളാഹു പറഞ്ഞത് വെക്കാൻ റസൂലൻ നബിയാണ്, റസൂലായിരുന്നു. ഇസ്മായിൽ നബിക്ക് ഇബ്രാഹിം നബിന്റെ ശരീഅത്ത് ആയിരുന്നു, ഇബ്രാഹിം നബിന്റെ ഏടുകളായിരുന്നു. പുതിയ കിതാബൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു റസൂലാണെന്ന് പറഞ്ഞു. വഹിയുണ്ട്, തബ്ലീഗ് കൊണ്ട് കൽപ്പനയുണ്ട്. അപ്പൊ അഭിപ്രായത്തിലേക്കാണ്. എന്ത് വേണമെന്നില്ല, പുതിയ കിതാബ് വേണമെന്നില്ല. മറ്റാൾക്കാർ പറഞ്ഞ പുതിയ കിതാബ് വേണമെന്നാണ്. അതേപോലെ റസൂലിൻ വലാ നബി എന്ന് ഖുർആനിലുണ്ട്. റസൂലിൻ വലാ നബി, രണ്ടും ഒന്നാണെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. ഇത് ഒന്നറിഞ്ഞാ പോരാ. റസൂലിൻ വലാ നബി എന്ന് രണ്ടായതുകൊണ്ടാള, മനസ്സിലായോ? പിന്നെ കാല മുസന്നിഫ് പറഞ്ഞു നബിയിക്ക എന്ന് പറഞ്ഞു, ദൂന റസൂലിക്ക. മനുസല്ലി അല നബിയിക്ക എന്നാ പറഞ്ഞത്. എന്ത് പറഞ്ഞില്ല? എന്തുകൊണ്ട്?
കാരണം നബി ഉപയോഗം കൂടുതലാണ്. എന്ത് നബി നബി എന്നാണ് പറഞ്ഞത്, റസൂല് എന്ന് പറഞ്ഞതിനെക്കാട്ടി. അതുകൊണ്ടാണ് ഒരു കാരണമാണ് ഇപ്പൊ ഇവിടെ നബിയിക്ക എന്ന് തെരഞ്ഞെടുക്കാനുള്ള കാരണം. അല്ലേ മത്തില്ലേ വനസല്ലി അല നബിയിക്ക എന്നല്ല പറഞ്ഞത്. അതാണ് സാധാരണ ഉപയോഗം കൂടുതൽ. അതുകൊണ്ടാണ് നബി നബി എന്നാ പറയും. പിന്നെ അതേ ഒരു കാരണമാണ് കേട്ടോ. പിന്നെ വേറെ പല അഭിപ്രായമുണ്ട്. നബി എന്ന് പറഞ്ഞാല് ഒരു ഇഫത്തിന്റെ മേലൊക്കെ അറിയിക്കണ്ടല്ലോ. നബി പറയണ്ടേ. നബി എന്ന് പറഞ്ഞ പദം എന്തിനു മേലെ അറിയിക്കണ്ടേ? റിഫത്തിന്റെ മേലെ അറിയിക്കണ്ട്. റസൂല് എന്ന പദം അതിന്റെ മേലെ അങ്ങനെ അറിയിക്കണില്ല. ദൂതെന്നെ അറിയിക്കുന്നത്. നബി എന്ന പദം ഇതിൽ ഹംസി നബി എന്നായിരുന്നു ആ പദം ഉണ്ടായിരുന്നത്. നബി എന്നാണ്. അപ്പൊ ഹംസ കൊണ്ടാണ് നബി എന്ന പദം. എന്തുകൊണ്ടാണ് നബി നബി എന്നാണുള്ളത്? മിനൻ നബഇ എന്ന പദത്തിൽ നിന്ന് നബി ഫഈൽ വസ്ൻ ഫഈൽ ഖബരി. നബഅ അറിഞ്ഞാല് വാർത്ത. അപ്പൊ നബി അറിഞ്ഞ വാർത്ത പറയുന്ന ഇസ്മുഫായിലിനുള്ള ഫഈൽ വസ്ൻ. നബിയ കാരണം നബി മുഖ്ബിറുൻ അനില്ല, അള്ളാഹുവിൽ നിന്ന് വാർത്ത പറയുന്ന ആളാണ്. അള്ളാഹു മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കും, മൂപ്പര് നമ്മളോട്. ഹംസ ഇല്ലാതെ നബിന്ന് യാവോട് യാക്കാണ് നമ്മളധികം അങ്ങനെ പറഞ്ഞത്. നബി എന്ന് വായിക്കാം, നബി എന്ന് വായിക്കാം, രണ്ട് വായിക്കാം. എങ്ങനെ വായിക്കാം? ആ ഹംസ കൂടാതെ അങ്ങനെയാണ് അധികവും പറയല്. നബിന്ന് അല്ലേ തീല. അങ്ങനെ ആകുമ്പോ പറയപ്പെട്ടു മുഖഫഫുൽ മഹ്മൂദി നബി എന്നെ ആയിരുന്നത് ഹംസനെ ലഘുവാക്കിയതാണ് എന്ന് പറയപ്പെട്ടു. നബി എന്ന് പറയുമ്പോ അത് എന്തെന്നെയാണ് സംഭവം? ലഘുവാക്കിയതാണ്. മുഖഫഫുൽ മഹ്മൂദി ഖൽബി ഹംസത്തിന്റെ ഹംസനെ മറിച്ചതാണ്, ആയിട്ട് ദമ ചെയ്തതാണ്, നബിയായതാണ്. ആ പറയപ്പെട്ടു യാ ആയിട്ട് വായിക്കുമ്പോഴേ ഒരു കീലെന്താണ് നബി തന്നെയാണ്. അപ്പൊ വാർത്ത പറയുന്നവെന്നുള്ള അർത്ഥം തന്നെ. അപ്പൊ നബിന്റെ അർത്ഥം എന്താ? വാർത്ത പറയുന്നതാണ്. മനസ്സിലായ? വക്കീല പറയപ്പെട്ടു ഇന്നഹുൽ അസ്ലു യാ ആയിട്ട് വായിക്കുമ്പോ യാ അസ്ൽ തന്നെയാണ്, ഹംസല്ല. നബീനെ നബിയെ ആക്കിയതെന്നല്ല, നബി തന്നെയാണ്. അത് എന്തെന്നെയാണ്? യാ എന്തെന്നെയാണ്? അസ്ൽ തന്നെയാണ്, ഹംസ മറിഞ്ഞ ആയതൊന്നല്ല. ആ മിനൻ നബുവത്തി വായിക്കടാ. അവൻ നബി എന്നാണ് അസ്ൽ. നോക്കും നബുവത്ത് എന്ന പദാണ്. നബ് അല്ല, നബ അല്ല, മറ്റേ നബ തന്നെ നേരത്തെ പറഞ്ഞനുസരിച്ച്. ഇപ്പൊ രണ്ടഭിപ്രായം അനുസരിച്ച് നബി എന്ന് പറഞ്ഞാലും നബി എന്ന് പറഞ്ഞാലും നബ തന്നെ. ഇപ്പൊ പറഞ്ഞ എന്തിൽ നിന്നുള്ളതാണെന്നാണ്? ആ ബി ഫത്ഹിൽ നൂനി സുക്കൂനിൽ ബാഇ നബ് ഐ റിഫഅത്തി ഉയർച്ച എന്ന അർത്ഥത്തിലുള്ള നബുവത്തിൽ നിന്നുള്ളതാണ്. അവൻ നബി അറിയുമ്പോ ഉയർന്ന ആള് എന്നുള്ള അർത്ഥവും. അപ്പൊ ശരിക്കും പറഞ്ഞ നബിന്റെ അർത്ഥം ഇപ്പൊ എന്താ? വാർത്ത പറയുന്ന ആള്, ഉയർന്ന ആള് എന്നൊക്കെ അർത്ഥം. കാരണം നബി ഋതുപത്തി പദവി ഉയർന്ന ആളല്ല മറ്റുള്ളവരെക്കാളും, വ്യക്തികളിൽ നിന്നും. സത്താവിനെക്കാട്ടി ഉയർന്ന ആളല്ല കേട്ടാ. അതാണ് മിനൽ ഖൽഖീന്ന്. ഇനി വേറെ അപ്പൊ മനസ്സിലായില്ല? നബി എന്നതിന്റെ അസ്ൽ ഇപ്പൊ എന്താണ്? നബി എന്നാണോ നബി എന്നാവാ എന്നാണ്. അപ്പൊ നബി എന്ന് തന്നെ പറയേണ്ടതും അലൻ നബി നബിയിൽ നിന്നും എടുത്തിട്ട്. ഇനി അലൻ നബി എന്ന് പറയുമ്പോ അവിടെ നബി തന്നെയാണെന്നാ പറഞ്ഞത്. വാർത്ത പറയുന്ന ആള് ഹംസ പറഞ്ഞ ഇതാണ്. അല്ലെങ്കിൽ നബി എന്ന് പറയുമ്പോ നബുവത്തിൽ നിന്നുള്ള ഉയർന്ന ആൾ എന്നുള്ള അർത്ഥത്തിനാണ് നോക്കാം. പ്രവാചകർ എന്നല്ല ഇപ്പൊ അർത്ഥം വെക്കുന്നത്, വാർത്ത പറയുന്ന ആള്. റസൂലിന്റെ അർത്ഥം ഇപ്പൊ എന്താ? ദൂതർ എന്നാണ്. ഇത് അള്ളാഹു അർസല എന്ന് തന്നെ അയച്ച ആളെന്ന്.
എന്താക്കിയാളെ അള്ളാഹു നമ്മളേക്ക് അയച്ച് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി അയച്ചാളുന്നത്. അപ്പൊ പ്രവാചകർ എന്ന അർത്ഥമല്ലല്ലോ വരുന്നത്, ദൂതർ എന്നുള്ള അർത്ഥങ്ങളാണ് രണ്ടിനും വരുന്നത്. പറഞ്ഞു തരുന്ന ആള് ദൂതർ, അയച്ചാള്. പ്രവാചകർ എന്നുള്ള അർത്ഥമല്ല, ദൂതർ എന്നാണ് വരുന്നത്. ഇനി മുഹമ്മദൻ എന്നത് അലമുൻ മങ്കൂൽ, അലമുൻ മങ്കൂല്, മങ്കൂലായ അലമാണ് എന്ന് പറഞ്ഞാല് ഹമ്മദ എന്ന ഇസ്മഫുലാണ് മുഹമ്മദ്. അപ്പൊ അതിന് ഇസ്മഫുൽ പേരായി മാറിയതല്ല, ഇസ്മഫുൽ ഒരാൾക്ക് പേരിട്ടതല്ല. അപ്പൊ ആ മുർത്തജിലായ അലമല്ല എന്നർത്ഥം. ആ പദം ആദ്യമായിട്ട് പേരായിട്ട് ഉപയോഗിച്ചാകുമ്പോഴാണ് മുർത്തജിലായ അലം എന്നത്. പെട്ടെന്ന് പേരായിട്ട് തന്നെ ആ പദം തന്നെ കണ്ട് എന്തായിട്ടാണ് ആദ്യത്തെ ഉപയോഗം തന്നെ പേരാണ്, അലമായിട്ട്. അങ്ങനല്ല, ആദ്യ ഇസ്മഫുലായിരുന്നു, അതിനെ പിടിച്ചാണ് നീക്കിയിട്ട് പേരാക്കി മാറ്റിയതാണ്. അപ്പൊ മങ്കൂലാണ്, നീക്കിയ അലമാണ്. എന്തിൽ നിന്ന് മങ്കൂലാണ്? ഇസ്മഫൂലിൽ നിന്നും. അത് ഹമ്മദ എന്ന മുളഅഫ് അല്ലേ. സുമ്മിയ പേരിടപ്പെട്ടു ബിഹി മുഹമ്മദ് കൊണ്ട്, ബിഹി മുഹമ്മദ് കൊണ്ട് ഹൈഫാലാണ്. നബിയുന നമ്മളെ നബിക്ക് പേരിടപ്പെട്ടു അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാമ് കൊണ്ട്. തഫാവുല, ആർക്ക്? അബ്ദുൽ മുത്തലിബിന് ഇൽഹാമ് കിട്ടിയതാണ് പേരിടാൻ വേണ്ടി. മനസ്സിലായ? അങ്ങനെ പേരിട്ടു തഫാവുലൻ, സുബലക്ഷണമായിട്ട്. എന്തുകൊണ്ട് സുബലക്ഷണമായിട്ട്? നബിതങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിടാൻ കാരണം തഫാവുലൻ, സുബലക്ഷണമായിട്ട്. എന്തുകൊണ്ട്? സൃഷ്ടികളുടെ ഹംദ് വർദ്ധിക്കും ലഹു നബിയ എന്നതുകൊണ്ട് സുബലക്ഷനായിട്ട്. അബ്ദുൽ മുത്തലിബ് അങ്ങനെ പേരിട്ടത് അദ്ദേഹത്തിന് വർദ്ധിക്കണം എന്നതുകൊണ്ട് സുബലക്ഷനായിട്ട് ആ പേരിട്ടതാണ്. എന്തിനു വേണ്ടിയാണ് വർദ്ധിക്കുന്നത്? ലിഹിൽ ജമീല, അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായതിനു വേണ്ടി. മനസ്സിലായ? കമാർ മനസ്സിലായില്ല? അദ്ദേഹത്തിന്റെ സൽപ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായതിനു വേണ്ടി. കമാർ സീറയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രത്യേകത പറഞ്ഞാല് സ്വഹീഹായ ഹദീസ് തന്നെ ആവണമെന്നൊന്നുമില്ല. ചരിത്രം ഹുക്കുമുകൾ സ്ഥിരപ്പെടാൻ വേണ്ടി മാത്രമേ സ്വഹീഹായ ഹദീസ് വേണ്ടതുള്ളൂ. ഹറാമ് ഹലാലുകൾ സ്ഥിരപ്പെടാൻ വേണ്ടിയാണ് എന്ത് ആവശ്യം? സ്വഹീഹായ ഹദീസ്. സുന്നത്തുകൾക്ക് വേണ്ടി വരെ ലൈഫ് മതി. ചരിത്രത്തിന് എന്ത് വേണമെന്നില്ല, സ്വഹീഹായ റിപ്പോർട്ടുകൾ തന്നെ വേണമെന്നില്ല. ചരിത്രം ചിലപ്പോ ചരിത്ര വിരുദ്ധം വന്നാല് ചിലപ്പോ ഏതെങ്കിലും ഒന്നിനെ പ്രബലപ്പെടുത്തും. ചരിത്രം എന്ന് പറഞ്ഞത് ഒരു നിയമം സ്ഥിരപ്പെടുന്നില്ല. ഇപ്പോ പല ചരിത്രം നമ്മൾ കേൾക്കലുണ്ട്, മമ്പുറങ്ങളെ ചരിത്രം കേൾക്കലുണ്ട്, അതുപോലെ പല ചരിത്രം കേൾക്കലുണ്ട്. അതൊക്കെ ഇപ്പൊ സഹിഹായ സനദുള്ള റിപ്പോർട്ട് തന്നെ ആവണമെന്നൊന്നും ഇല്ല. ചരിത്രം ഇങ്ങനെ ചിലപ്പോ ഒരാള് കണ്ടതേ അയാൾ പറയും. ചിലപ്പോ അയാളെ പറച്ചില്ല ഉന്നതിയോ തെറ്റോ അശ്രദ്ധൊക്കെ ഉണ്ടാവാം. എന്നാലും നമ്മൾ തൽക്കാലം അദ്ദേഹത്തിന്റെ മദ്ഹ് എന്നുള്ള നിലക്ക് അങ്ങനെ സംഭവം ഉണ്ടായിക്കണ്, റിപ്പോർട്ടുണ്ട് എന്ന് പറയാം. മനസ്സിലായ? ചരിത്രം ഇപ്പൊ മൗലൂദിന്റെ കിതാബിലുള്ള ഹദീസ് റിപ്പോർട്ടുകൾ മുഴുവനും സ്വഹീഹായ സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്താലേ സ്വീകരിക്കപ്പെടുള്ളൂ എന്നില്ല. ഒരു മദ്ഹ് എന്നുള്ള നിലക്ക് ചരിത്ര ഗ്രന്ഥത്തിലുള്ള ഒക്കെ സ്വീകരിക്കാം. അപ്പൊ ചരിത്ര ഗ്രന്ഥത്തിൽ അത്രയൊക്കെ അവരും എന്താക്കുള്ളൂ, ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കരുതുള്ളൂ. എന്ത്? സ്വഹീഹ് അല്ലെങ്കിലും ഇങ്ങനെ ചരിത്രം അവർക്ക് മുൻഗാമികളിൽ നിന്നും കിട്ടിയിരിക്കണമെങ്കിൽ അവർ അതെന്താക്കും, ഗ്രന്ഥത്തില് എഴുതി വെക്കും. ഇങ്ങനെ ചരിത്രം ചിലപ്പോ സ്വഹീഹ്, ചിലപ്പോ ഉള്ളത് തന്നെ ആവും മിക്കവാറും. സ്വഹീഹ് അല്ലാത്തൊക്കെ ഇല്ലാത്തതാവണമെന്നൊന്നില്ല. റിപ്പോർട്ടർമാര് അതിന് പറ്റിയ യോഗ്യത ഇല്ലാച്ചിട്ട് ഉള്ളത് തന്നെ ആയിക്കൂടെ. ഇനിയിപ്പൊ അഥവാ ഉള്ളതല്ലെങ്കിലും പ്രശ്നമില്ല. ശരീരത്തിന് വിരുദ്ധമാകുമ്പോ ഒരിക്കലും യോജിക്കാത്ത ചരിത്രമാണെങ്കിൽ നമ്മൾ തൽക്കാലം മാറ്റിവെക്കാന്ന് മാത്രം. അല്ലാതെ സ്വയായ റിപ്പോർട്ട് തന്നെ ഞാൻ ഇവിടത്തിന് പറഞ്ഞതല്ല, പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
സീറകൾ അത്രക്ക് അവലംബം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അത് മതി അവിടെ. അദ്ദേഹത്തിനെ പറ്റിയ ഒരു ചരിത്രം ചുരുക്കി നമുക്ക് മനസ്സിലാക്കലാ ലക്ഷ്യം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഖിലാഫുകൾ ഉണ്ടാകാൻ ചരിത്രകാരന്മാർ പറയുമ്പോൾ അത് പറയുന്ന ആളുകളുടെ ചില വഫലത്തോ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്തുള്ള കഴിവൊക്കെ ആയിരിക്കാം. പിന്നെ അത് പൊതുവെ മനസ്സിലാക്കണല്ലതാണ്. എന്നഹൂക്കിയില്ല പറയപ്പെട്ടു റസൂലുള്ളാഹിന്റെ ജദ്ദിനോട് അബ്ദുൽ മുത്തലിബ് അബൂഹു അബ്ദുല്ലാഹി അബ്ദുല്ലാഹിന്റെ വാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിനോട് പറയപ്പെട്ടു. എന്ത് പറയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ലിമ സമ്മൈതവനക മുഹമ്മദ് എന്ന് പറയപ്പെട്ടു. മനസ്സിലാക്കണ്ട. അതിന്റെ ഇടയില് ഒരു ഹാലിട്ടതാ വാവ് കൊടുത്തുകൊണ്ട് വഖദ് സമ്മാഹു എപ്പോഴാണ് പറഞ്ഞത്? അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് പേരിട്ടതായ സ്ഥിതിയിൽ വഖദ് സമ്മാഹു. മനസ്സിലായ? വഖദ് സമ്മാഹു എന്ന് പറയപ്പെട്ടു എന്നല്ല പൊട്ടൂസേ. അതതിന്റെ ഇടയില് എന്താണ് ഈ സ്ഥിതിയിലായിട്ടാണ് പറയുന്നത്. വഖദ് സമ്മാഹു അദ്ദേഹം നബിതങ്ങൾക്ക് പേരിട്ടിരിക്കുന്നു. ഫി സാബി വിലാദത്തി പ്രസവിച്ച 7-ാം ദിവസം. അത് അദ്ദേഹം പേരിട്ടത് വാപ്പല്ലേ, വേറെ രണ്ട് മൂപ്പർക്ക് വാപ്പല്ലില്ല നബിതങ്ങൾക്ക്. ഞങ്ങളെ വാപ്പ മരിച്ചതായതിനു വേണ്ടി കബലഹ പ്രസവിക്കണി മുമ്പ് 6-ാം മാസത്തിലൊക്കെ മരിച്ചിട്ടുണ്ട് വാപ്പ അബ്ദുള്ള. അങ്ങനെയായ സ്ഥിതി. അപ്പൊ പിന്നെ വല്യാപ്പ നോക്കാണ്. വല്യാപ്പന്റെ നിയന്ത്രണത്തിലുള്ളത്. മനസ്സിലായ? വല്യാപ്പ പേരിട്ടു. വല്യാപ്പാനോട് ചോദിക്കപ്പെട്ടു ലിമ സമ്മൈത ബനക, ലിമ എന്തുകൊണ്ടാണ് സമ്മൈതങ്ങൾ പേരിട്ടത്? ബനക്ക് മുഹമ്മദ്, മുഹമ്മദ് എന്ന് പേരിട്ടത്. വലൈസ ഈ പേരില്ലല്ലോ നമ്മുടെ വാപ്പമാരുടെ പേരിൽ പെട്ടതല്ല. അല്ല കൗമിക്കാർ നിങ്ങളുടെ കൗമ ഇങ്ങനെ ഒരു പേര് നമ്മൾ പണ്ടൊന്നും ഇടലില്ലല്ലോ. അപ്പൊ മൂപ്പരറിഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നു മുഹമ്മദ അദ്ദേഹത്തെ സ്തുതിക്കപ്പെടല്ല ആകാശത്തും ഭൂമിയിലും. പിന്നെ അത് കഴിഞ്ഞു. അത് മറുപടി കഴിഞ്ഞു. ഇനി വേറെ മൂപ്പര് പറയാം. വഖദ സാരി പറയാം. വഖദ ഹഖഖല്ലാഹു അല്ലാഹു തആല യാഥാർത്ഥ്യമാക്കി വല്യപ്പാന്റെ ആഗ്രഹത്തെ. അത് മുൻകടന്നൊരു നിയമമാണ് അള്ളാഹുവിന്റെ ഇൽമിൽ. അള്ളാഹു പണ്ടേ എങ്ങനെ കണക്കാക്കിയതാണ്. നബിതങ്ങളെല്ലാവരും സ്തുതിക്കുന്നത്. മൂപ്പരാഗ്രഹം അള്ളാഹ് അപ്പോൾ പോവാണ് ചോദിച്ചതല്ല. അത് പണ്ടേ അള്ളാഹ് എന്താക്കിയതാണ്, കണക്കാക്കിയതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തും ഭൂമിയിലൊക്കെ സ്തുതിക്കപ്പെട്ടവരാകുമെന്ന്. മനസ്സിലായ? അബ്ദുള്ള എന്നവരുടെ വാപ്പയാണ് ആര്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ വാപ്പന്റെ പേരെന്താ? ഒന്നും അറിയില്ല. ഹാഷിം. ഹാഷിമിന്റെ വാപ്പന്റെ പേരെന്താ? അബ്ദുൽ മനാഫ്. അബ്ദുൽ മനാഫിന്റെ വാപ്പന്റെ പേരെന്താ? അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിം അബ്ദുൽ മനാഫ് മുൻതസിബ്. ഖുസൈ. അബ്ദുൽ മുത്തലിബിന്റെ ശരിക്കുള്ള പേര് ഷൈബ എന്നാണ്. എന്താണ്? ഷൈബ. സയ്യിദുൽ ബത്തഹ മരുഭൂമിയിലെ നേതാവ്. ഷൈബത്തുൽ ഹംദ് എന്നൊക്കെ പറയലുണ്ട്. സൽമാൻ ആണ് ഉമ്മന്റെ പേര്. ഉമ്മ സൽമ. അത് ഖസറജി കുടുംബാണ്. മദീനത്തുകാരാണ് ഉമ്മ. ഉമ്മ മദീനക്കാരി. അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മാരാ സൽമ. ബാപ്പാരാ? ഷൈബ ജനിച്ചത് ഉമ്മന്റെ നാട്ടിൽ നിന്നാണ്. ഉമ്മനാടോടെ ഖസറജിയാണ്. പിന്നെ വിധങ്ങൾക്ക് ഖസറജി കുടുംബവുമായി ബന്ധമുണ്ട്. വല്യപ്പാന്റെ ബന്ധമുണ്ട്. അങ്ങനെ എവിടെപ്പോ ജനിച്ചത്? മദീനത്ത്. ആര്? ഷൈബ. ഹാഷിമ് മരിച്ചു.
ബാപ്പ ഹാഷിമേ മരിച്ചു. അപ്പൊ മദീനത്താണ് ആരുള്ളത്? ഈ ഷൈബണ്ട്, അബ്ദുൽ മുത്തലിബായ ഷൈബണ്ട്. ഹാഷിമ മരിച്ചപ്പോ അബ്ദുമനാഫിന്റെ വേറെ പുത്രനായ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ് ആണ് മദീനത്തുനിന്ന് ആരെ, അബ്ദുമനാഫിന്റെ 2 മക്കളില്ല, ഹാഷിമും മുത്തലിബും ഇല്ല. ബനു ഹാഷിമും ബനു മുത്തലിബും എന്നല്ല നമ്മള് പറഞ്ഞേ. അബ്ദുമനാഫിന്റെ 4 മക്കള്, 2 മക്കള് നബിതങ്ങളെ സംരക്ഷിച്ച മക്കള്. അപ്പൊ മുത്തലിബ് ആണ് പിന്നീട് എവിടുന്ന് കൊടുന്നത്? ഷൈബന് മദീനത്തുനിന്ന് മക്കയിലേക്ക് നാട്ടിൽ കൊടുന്നു. മനസ്സിലായ? അപ്പൊ ആരെ മോനാ? ഹാസിമിന്റെ മോന. ആരാ കൊടുന്നത്? മൂത്താപ്പ കൊടുന്നത്. മൂത്താപ്പ എളാപ്പ ആരായിക്കോട്ടെ, മുത്തലിബ്. അതുകൊണ്ട് തന്നെ ആളുകള് നേരെ ഹാസിമിന്റെ പുത്രനാണ് ഷൈബ. ഷൈബനെ എന്ത് പേരിട്ട്? അബ്ദുൽ മുത്തലിബ് എന്ന് പേരിട്ടു. മുത്തലിബിന്റെ ചെക്കൻ എന്ന അർത്ഥത്തിന് എന്താ പേരിട്ടത്? അബ്ദുൽ മുത്തലിബ്. മനസ്സിലായ? മൂപ്പറും ചിലപ്പോ ഇതിന്റെ അടിമേണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പേരിട്ട് ഷൈബക്ക്. നല്ല നീളമുള്ള പ്രകൃതിയായിരുന്നു, വെളുത്ത ശരീരമായിരുന്നു, മുഖം നല്ല ഭംഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ പ്രകാശം ഉണ്ടായിരുന്നു. നബിതങ്ങളുടെ പ്രകാശം ഉള്ളത് കൊണ്ട് നബിതങ്ങൾ ഇനി അബ്ദുള്ളയിലേക്ക് മാറണ്ടേ, ഖുറൈശികളുടെ നേതാവായി മാറി. മൂപ്പരാണ് സംസം വെള്ളം കുഴിച്ചത്. സംസം വെള്ളം കുഴിച്ചത്. മൂപ്പർക്ക് 19 മക്കളുണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിന് 6 ഭാര്യമാര് കെട്ടിയിട്ടുണ്ട്. ഒരേ സമയത്താണെന്ന് അറിയില്ല. ആ അബ്ദുൽ മുത്തലിബിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മകന്റെ പേരെന്താ നിങ്ങൾക്ക്? അബ്ദുള്ള. വിഗ്രഹാരാധന എന്തൊക്കെ വെടിക്കുന്ന ആളായിരുന്നു. ഓറസൗറിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഓറസൗറിലെ പോയി ഇബാദത്തിലായിട്ട് കയ്യിലുണ്ട്. വരൾച്ച ബാധിച്ചാൽ ഖുറൈശികള് അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് വരും. മഴയെ തേടാൻ ദ്വാരക്കാൻ വേണ്ടി പറയും. അബ്ദുൽ മുത്തലിബാണ് കാബയ്ക്ക് ആദ്യമായി സ്വർണം പൂശിയത്. നല്ല ബുദ്ധിയും തൻ്റെ ഉള്ള ആളായിരുന്നു, കവിയുമായിരുന്നു. ബാപ്പ മരിച്ചപ്പോ നബിതങ്ങളെ മൂപ്പരാണ് നോക്കിയത് അബ്ദുൽ മുത്തലിബ്. മുഅല്ലയിൽ മറമാടപ്പെട്ടു. 140 വർഷം ജീവിച്ചു. പിന്നെ ഈ ചരിത്രം നമ്മളെ ഇതിലും മൗലിദ് കിതാബിലുണ്ട്. ഏത് എന്നൊക്കെ അല്ലെ, സമ്മൈത്തുഹു മുഹമ്മദ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അലാ നബിയിക്ക, നിന്റെ നബിയുടെ മേലിൽ ഞങ്ങൾ സലാത്ത് ചൊല്ലുന്നു. അലാ നബിയിക്ക മത്തനാണ്. ഹാദിൽ ഉമ്മത്തി, ഏതായി നബി? ഉമ്മത്തിന്റെ ഹാദിയായ. ആദിക്ക് വെടുത്ത അർത്ഥം എന്താണ്? ഉമ്മത്തിനെ അറിയിക്കുന്ന, മയത്തോടെ അറിയിക്കുന്ന നബി. ഹാദി എന്ന് പറഞ്ഞാൽ എന്താണ്? നബിതങ്ങൾ എന്ത് ചെയ്യുന്ന ആള് എന്നാണ്? പ്രബോധനം ചെയ്യുന്ന ആള്. ഉമ്മത്തിനെ സത്യമായ കാര്യങ്ങളെ അറിയിക്കുന്നതായ നബി ഹാദിൽ ഉമ്മത്തി. പിന്നെ അപ്പൊ നബിതങ്ങളെ പറ്റിയ ഹാദി എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. മനസ്സിലായ? അതിന്റെ അർത്ഥം എന്തുള്ളൂ? ഹൽക്ക് ചെയ്യാന്നല്ല, ഹിദായത്ത് ഹൽക്ക് ചെയ്യാം. അള്ളാഹു ഹാദിയാണ്, ഇഹിദിന ഞങ്ങളെ നീ ഹിദായത്താക്കണമെന്ന് പറഞ്ഞു. അത് അറിയിക്കുക എന്നുള്ള അർത്ഥമല്ല. അതെല്ലാം അറിയിച്ചു തന്നിരിക്കണല്ല, പിന്നെ ഇനി അറിയിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. നബിതങ്ങളെ ഹാദി എന്ന് പറഞ്ഞാല് അവിടുത്തെ എന്താണ്? ഹിദായത്ത് അറിയിച്ചു തരുന്നാള്. മനസ്സിലായ? നബിതങ്ങൾക്കും ഹാദി എന്ന് പറയാം, അള്ളാഹുവിനെ ഹാദി എന്ന് പറയാം. രണ്ടർത്ഥമായിരിക്കുന്നു മാത്രം. നരകത്തിലാക്കണെന്ന് ഒരാൾ ഒരു ഉസ്താദിനോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തരണേ എന്നുള്ള അർത്ഥമാണ്. പലർത്തും വെക്കാം. ഉമ്മത്തിന്റെ സന്മാർഗത്തിലേക്ക് ഉമ്മത്തിനെ ഹിദായത്താക്കുന്ന ആള്. എന്താ? ആദിൽ ഉമ്മത്തിനെ ഹിദായത്താക്കുന്ന ആള്,
ലുത്തുഫോട് കൂടെ ഉമ്മത്തിനെ അറിയിക്കുന്ന ആളിൽ റഷാദിഹാ, ഉമ്മത്തിന്റെ സന്മാർഗത്തിലേക്ക്, റഷാദിലേക്ക്. ദീനുൽ ഇസ്ലാമിലേക്ക് അറിയിക്കുന്ന ആള്. അല്ലദീ ഏതായ റഷാദാണ്, ഹുവ അത്, ഹുവ അത് ദീനുൽ ഇസ്ലാം ഏതാണ്? അല്ലദീ ഏതായ ദീനുൽ ഇസ്ലാം അല്ലെ, തൊട്ട് മുന്നേ ദീനുൽ ഇസ്ലാം അല്ലേ പറഞ്ഞത്? ഏതായ ദീനുൽ ഇസ്ലാം, ഹുവ ആ ദീനുൽ ഇസ്ലാം കഅന്നഹു നഫ്സുഹു എന്ന് വരുന്നുണ്ട്. ആ ഖബർ മുത്താണെന്ന് അവിടെ അടിയിൽ എഴുതി കൊടുക്കണം. അതൊക്കെ പഠിക്കണം. പെണ്ണെടുത്തുക്കണം. പെണ്ണില്ലാത്ത ആരാള് മുത്താണെന്ന് എഴുതി കൊടുക്കാൻ പെണ്ണും കൊണ്ടില്ല. ആരാ? ഹുവ എങ്ങനെയുള്ളതായ ദീനുൽ ഇസ്ലാമാണ്. കഅന്നഹു നഫ്സുഹു, അത് റഷാദിന്റെ നഫ്സ് തന്നെയാണ്. നഫ്സുഹു എന്ന് പറഞ്ഞാൽ റഷാദ്. പെണ്ണ് കണ്ടാതെ വന്നിക്കണ എന്തിനാണ്? ഇവിടെ എന്താ റഷാദ് എന്ന് എഴുതി കൊടുക്കാത്ത? കഅന്നഹു ഹുവ കഅന്നഹു നഫ്സുഹു, അത് എന്ത് തന്നെയാണ്? ഏത്? ദീനുൽ ഇസ്ലാം. നഫ്സ് ആയത് പോലെയാണ് അല്ലേ? കഅന്നഹു നഫ്സുഹു. റഷാദ്, റഷാദ് അറിഞ്ഞാല് സന്മാർഗം, വിവേകം എന്നൊക്കെ വെക്കാം. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിലേക്ക് എന്നാണ് ഇപ്പൊ റഷാദ് നമ്മൾ അർത്ഥം കൊടുത്തത്. റഷാദ് പറഞ്ഞ വിവേകം എന്നാണ്. യഥാർത്ഥ റഷാദ് ഏതാണ്? ദീനുൽ ഇസ്ലാം തന്നെയാണ്. ദീനുൽ ഇസ്ലാം റഷാദ് പോലെ, റഷാദ് തന്നെയാണ്. റഷാദിന്റെ നഫ്സ് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ തുല്യപ്പെടുത്തിയതാണെന്ന് അർത്ഥം. ദീനുൽ റഷാദിനെ ദീനുൽ ഇസ്ലാമിനോട് അല്ല ദീനുൽ ഇസ്ലാമിനെ റഷാദിനോട് തുല്യപ്പെടുത്തിയിട്ട് റഷാദിന് പറയുന്ന പേര് ദീനുൽ ഇസ്ലാമിന് പറഞ്ഞതാണ് റഷാദ് എന്ന്. മനസ്സിലായ? അല്ലദീ ഹുവ, ഈ ദീനുൽ ഇസ്ലാം ലിതമക്കുനിഹി, അത് അത് സ്ഥാനമുള്ളതായതിനു വേണ്ടി, ദീനുൽ ഇസ്ലാമിൽ തമക്കുനിഹി, അത് സ്ഥാനമുള്ളതായതിനു വേണ്ടി. ദീനുൽ ഇസ്ലാം എന്താണ്? സ്ഥാനമുള്ളതാണ്. എന്തിൽ സ്ഥാനമുണ്ട്? കൽക്കനായിട്ട് പോരി. എന്തിൽ സ്ഥാനമുണ്ട്? ഫിൽ വുസൂലി ബിഹി, ഈ ദീനുൽ ഇസ്ലാം കൊണ്ട് എത്തിച്ചേരുന്നത്. എങ്ങോട്ട്? റഷാദിലേക്ക്. എന്താടാ? ലിതമക്കുനിഹി, ആരെ? മക്കാൻ പിടിച്ചതായതിനു വേണ്ടി, സ്ഥാനമുള്ളതല്ല, സ്ഥാനം പിടിച്ചതായതിനു വേണ്ടി വെച്ചോ. ദീനുൽ ഇസ്ലാം സ്ഥാനം പിടിച്ചതാണ്. ഫിൽ വുസൂലി ബിഹി, ആ ദീനുൽ ഇസ്ലാം കൊണ്ട് എത്തിച്ചേരുന്നതിൽ സ്ഥാനം പിടിച്ചതാണ്. എങ്ങോട്ട്? അല്ലെ, ദീനുൽ ഇസ്ലാം കൊണ്ട് എങ്ങോട്ട് എത്തിച്ചേരും? റഷാദിലേക്ക്, അന്തത്തിലേക്ക് എത്തിച്ചേരും. ആ റഷാദിലേക്ക് എത്തിച്ചേരും ദീനുൽ ഇസ്ലാം കൊണ്ട്. അപ്പൊ ദീനുൽ ഇസ്ലാം ഒരു സ്ഥാനം പിടിച്ചതാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ അതിന് വേണ്ടി ദീനുൽ ഇസ്ലാം കഅന്നഹു നഫ്സുഹു, അത് എന്താണ്? റഷാദ്. റഷാദ് എന്ന് പറഞ്ഞാൽ എന്താ? വഹുവായി റഷാദ് പറഞ്ഞാൽ ഇദ്ദുൽ ഖയ്യ്, പിഴവിന്റെ ഓപ്പോസിറ്റ് ആണ്. വയ്യിന്റെ ഓപ്പോസിറ്റ്, അന്തംഗമ്മിന്റെ ഓപ്പോസിറ്റ്. തഖാബുൽ തലാദാണ് അവിടെ ഉള്ളത്. തഖാബുലുകൾ പല ഇനുണ്ടെന്ന് മുമ്പ് എന്നോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് തഖാബുലാണ്? ഒന്നിന്റെ നേരെ നിദ്ദാണ്. വുജൂദിയാണേനും രണ്ട് വുജൂദികളാണ്, റഷാദും വയ്യും. വയ്യിന്റെ ഓപ്പോസിറ്റ് ആണ് റഷാദ്. റഷാദിന്റെ ഓപ്പോസിറ്റ് എന്താ? വയ്യ്. മനസ്സിലാണ്ട? ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിലേക്ക് എന്നാണ് ഉദ്ദേശാർത്ഥം.
അല്ലദീ ഹുവ എങ്ങനെയുള്ള ദീനുൽ ഇസ്ലാമാണ് കഅന്നഹു നഫ്സു റഷാദ് തന്നെയാണ്, റഷാദ് പോലെയാണ്. ലിതമക്കുനി ദീനുൽ ഇസ്ലാം സ്ഥാനം പിടിച്ചതിന് വേണ്ടി ഫിൽ വസൂലി ബി ദീനുൽ ഇസ്ലാം കൊണ്ട് എത്തിച്ചേരുന്നതിൽ റഷാദിലേക്ക് കഅന്നഹു നഫ്സുഹു ദീനുൽ ഇസ്ലാം റഷാദ് തന്നെയായതുപോലെ. ഈ റഷാദ് പറഞ്ഞ വയ്യന്റെ എന്താണ് ഇനി വേറെ വഹാദ ഈ ഹാദിൽ ഉമ്മത്തി എന്ന് പറഞ്ഞ മുസന്നിഫിന്റെ പദം അള്ളാഹുവിന്റെ വാക്കിൽ നിന്ന് പിടിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഹിദായത്താക്കും സിറാത്ത് മുസ്തഖീമിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ മനസ്സിലായ റഷാദ് ദീനുൽ ഇസ്ലാമാണ്, ഈ സിറാത്ത് മുസ്തഖീം തന്നെയാണ് അത്. മതിയാ സമയാ സമയായാലേ